ഹലോ ഗായ്സ് ആൻഡ് വെൽക്കം ബാക്ക് ടു ബെസ്റ്റ് കാർ പിക്സ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന വിൻഫാസ്റ്റിൻ്റെ പുതിയ ഇപ്പോൾ ഉള്ള ഇന്ത്യയിലെ ഫ്ലാഗ്ഷിപ്പ് എസ് യു വി VF7 പറ്റിയാണ്. പുറത്തവർക്ക് VF9 എന്ന് പറഞ്ഞൊരു വണ്ടിയും കൂടെ വരുന്നുണ്ട്, അത് ഇതിനേക്കാൾ വലുപ്പമുണ്ട്. എന്തായാലും ഇപ്പോൾ നമുക്ക് VF7ലേക്ക് സ്റ്റിക്ക് ഓൺ ചെയ്യാം. VF6ൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തതാണ്. ഇൻ കേസ് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ചെക്കൗട്ട് ചെയ്യാം. അതിനേക്കാൾ കുറച്ചും കൂടെ വലിയ വണ്ടിയാണിത്. നമ്മളിപ്പം എക്സ്റ്റീരിയർ ഡിസൈൻ വൈസ് നോക്കുകയാണെങ്കിലും ഇതിൻ്റെ ഫ്രണ്ട് അതിനേക്കാൾ കുറച്ചും കൂടെ വിട്ട് കൂടുതലുണ്ട്. 1890 മില്ലിമീറ്റേഴ്സാണ് ഈ വണ്ടിയുടെ വിട്ട്. നല്ല വിട്ട്, അതായത് നല്ല വീതിയുള്ളൊരു വണ്ടിയാണ്. ഇനി ഫ്രണ്ടിലത്തെ നമ്മുടെ ഒരു കണക്റ്റഡ് DRLസിൻ്റെ ഡിസൈൻ ആണെങ്കിലും വിൻഫാസ്റ്റിൻ്റെ ഒരു V ഷേപ്പ് ഡിസൈൻ ആണ് കൊടുത്തിരിക്കുന്നതെന്നാണ് അവർ പറയുന്നത്. ബട്ട് അഗെയിൻ മറ്റതിനേക്കാൾ വിട്ട് കൂടുതലുള്ളതുകൊണ്ട് തന്നെ കുറച്ചും കൂടെ പ്രൊപ്പോർഷനേറ്റ് ആയിട്ട് ഈ വണ്ടി കാണുമ്പോൾ നമുക്ക് തോന്നുന്നുണ്ട്. പിന്നെ ഫുള്ളി LED ഹെഡ്ലാമ്പ്സും കാര്യങ്ങളൊക്കെ തന്നെ കിട്ടുന്നുണ്ട് ഫ്രണ്ടിൽ. വേറെ എങ്ങനെ പ്രത്യേകിച്ച് പറയാൻ മാത്രം സ്പെസിഫിക് ആയിട്ടുള്ള ഡീറ്റെയിൽസ് ഒന്നുമില്ല, വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു ഡിസൈനാണ്. ഇനി സൈഡ് പ്രൊഫൈലിലേക്ക് വരുമ്പോൾ നമുക്ക് VF6ൻ്റെ അകത്ത് ഇല്ലാതിരുന്ന ഫ്ലഷ് ഫിറ്റിംഗ് ഡോർ ഹാൻഡിൽസ് ഇതിൻ്റെ അകത്ത് കിട്ടുന്നുണ്ട്. പിന്നെ 19 ഇഞ്ച് അലോയ് വീൽസ് ആണ് ഈ വണ്ടിയിൽ വരുന്നത്. ഫുൾ ബ്ലാക്ക് ഔട്ട് ഫിനിഷ് ആണ് കൊടുത്തിരിക്കുന്നത്. എനിക്ക് പേഴ്സണലി അതിനോട് വലിയൊരു താല്പര്യമില്ല, കാരണം കുഴപ്പമില്ല. എനിവേ പിന്നെ ലെങ്ത് ആണെങ്കിൽ ഈ വണ്ടിക്ക് 4545 മില്ലിമീറ്റേഴ്സ് ലെങ്ത് ഉണ്ട്. സോ ഏകദേശം ഹാരിയർ റിവിയുടെ ഒക്കെ ഒരു ടെറിട്ടറിയിലേക്ക് എത്തിയിട്ടുണ്ട് എന്ന് പറയാം. വീൽ ബേസ് ആണെങ്കിലും വളരെ കൂടുതലാണ്, 2840 മില്ലിമീറ്റേഴ്സ് ആണ്. ഹൈറ്റ് മാത്രമേ ഇത്തിരി കുറവുള്ളൂ, 1636 മില്ലിമീറ്റേഴ്സിൽ. ബട്ട് അഗെയിൻ അത് വലിയ കുഴപ്പമില്ല. വണ്ടി കാണാൻ അത്യാവശ്യം രസമുള്ളതുകൊണ്ടും പിന്നെ ഇതിൻ്റെ ഈ ബാക്ക് ലുക്കും അതുപോലെ സൈഡ് ലുക്കും രണ്ടും കൂടി ഒരുമിച്ച് വരുമ്പം എനിക്ക് പേഴ്സണലി ഇത് കാണാൻ അത്യാവശ്യം ഇഷ്ടമാണ്. VF6ൻ്റെ ഡിസൈനിൻ്റെ അത്ര വലിയൊരു ഫാനല്ല ഞാൻ, ബാക്ക് ആണെങ്കിലും ഫ്രണ്ട് ആണെങ്കിലും. പക്ഷേ ഇതിന് ഇത്രയും നല്ലൊരു പ്രൊപ്പോർഷനേറ്റ് ഡിസൈൻ അവർക്ക് മൊത്തത്തിൽ കൊടുക്കാൻ സാധിച്ചിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ വിശ്വാസം. നിങ്ങൾക്ക് എന്താണ് അതിൻ്റെ ഡിസൈനെ പറ്റി തോന്നുന്നത് എന്ന് താഴെ കമൻസിൽ പറയാം. ഈവൻ നമ്മൾ റിയർ ഡിസൈൻ മാത്രം എടുക്കുകയാണെങ്കിലും ഫ്രണ്ടിൽ കൊടുത്ത പോലെ ഒരു കണക്റ്റഡ് V ഷേപ്പ് ഡിസൈൻ ഇതിൻ്റെ ടെയിൽ ലാംപ്സിലും വന്നിട്ടുണ്ട്. അതിൻ്റെ നേരെ താഴത്തേക്കായിട്ട് നമുക്ക് ബാക്കി മെയിൻ ടെയിൽ ലാംപ്സിൻ്റെ ഏരിയയും കാണാൻ പറ്റും. VF7ൻ്റെ സിമ്പിൾ ബാഡ്ജിങ് ഫ്രണ്ടിൽ പറഞ്ഞ പോലെ തന്നെ വളരെ സിമ്പിൾ ആയിട്ടുള്ള റിയർ ഡിസൈനാണ് ഇവിടെയും വരുന്നത്. അങ്ങനെ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സാധനങ്ങളൊന്നുമില്ല. പിന്നെ നമുക്ക് ഈ വണ്ടിയിൽ ലെവൽ 2 അഡ്വാൻസ് റെസിസ്റ്റൻസ് സിസ്റ്റം കിട്ടുന്നുണ്ട്. സേഫ്റ്റിയുടെ കാര്യത്തിൽ അല്ലാതെ എടുക്കുകയാണെങ്കിലും നമുക്ക് 7 എയർ ബാഗ്സ് ഇതിനകത്ത് സ്റ്റാൻഡേർഡ് ആണ്. പിന്നെ ബാക്കി ABS, EBD, ട്രാക്ഷൻ കൺട്രോൾ, ബാക്കി എല്ലാ സേഫ്റ്റി ഫീച്ചേഴ്സും ഇതിനകത്ത് കിട്ടുന്നുണ്ട്. ഭാരത് എൻക്യാപ്പിൽ 5 സ്റ്റാർ സേഫ്റ്റി റേറ്റിംഗ് അവർ ടാർഗറ്റ് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. ഇവരൊരു ഇൻ്റർനാഷണൽ ബ്രാൻഡാണ്, ഭാരത് എൻക്യാപ്പിലല്ല ഇവർ നോക്കേണ്ടത്. എനിവേ അതാണ് ഇവരുടെ ഉദ്ദേശം. ഇനി ബൂട്ട് സ്പേസ് ആണെങ്കിലും ഇത്രയും വലിയ വണ്ടി ആയതുകൊണ്ടും ഇത്രയും ലെങ്ത് ഉള്ളതുകൊണ്ടും നമുക്ക് 540 ലിറ്റേഴ്സിനടുത്ത് കിട്ടുന്നുണ്ട്. സോ അഗെയിൻ അതും വളരെ നല്ലതാണ്. ഇനി ഇൻറ്റീരിയറിലോട്ട് വരുമ്പോൾ നമുക്ക് ഇതിനകത്ത് 2 കളർ കോമ്പിനേഷൻസ് ആണ് വരുന്നത്. ഒന്ന് ഈ കാണുന്ന മോക്ക ബ്രൗൺ ആൻഡ് ബ്ലാക്കിൻ്റെ കോമ്പിനേഷനാണ്. പിന്നെ ബേസിക് വേരിയൻസ്, അതായത് ഒറ്റ ബേസ് വേരിയൻറ്റ് 59.6 കിലോവാട്ട് ബാറ്ററി പാക്ക് വരുന്നതിൽ നമുക്ക് ഫുൾ ബ്ലാക്ക് ഇൻറ്റീരിയേഴ്സ് ആയിരിക്കും കിട്ടുന്നത്. അതിൻ്റെ അകത്ത് ഇത്തിരി ഫീച്ചേഴ്സും കുറവായിരിക്കും. ഇതിനകത്തേക്ക് വരുമ്പോഴേക്കും നമുക്ക് ഇഷ്ടംപോലെ ഫീച്ചേഴ്സ് കിട്ടുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ ഈ കാണുന്ന 12.9 ഇഞ്ച് ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം, അതിൻ്റെ അകത്ത് വയർലെസ് ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ അതെല്ലാം സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ വിൻഫാസ്റ്റിൻ്റേതായിട്ടുള്ള കണക്റ്റഡ് കാർട്ടൊക്കെ OT അപ്ഡേറ്റ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ട്. ഡ്യുവൽ സോൺ ഓട്ടോ AC വരുന്നുണ്ട്. പിന്നെ AC വിൻസിൻ്റെ താഴത്തായിട്ട് നമ്മുടെ ഡ്രൈവ് മോഡ് സെലക്ടർ, ഇലക്ട്രോണിക് പാർക്കിംഗ് ബ്രേക്ക്, അതിൻ്റെ സംഭവങ്ങളൊക്കെ വരുന്നുണ്ട്. ഓട്ടോ ഹോൾ ഫംഗ്ഷൻ ഇതിൻ്റെ അകത്ത് അവൈലബിൾ ആണ്. ഡ്യുവൽ സോൺ ഓട്ടോ AC ആണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. ഈവൻ സ്റ്റിയറിംഗ് വീലിൻ്റെ ഡിസൈൻ ആണെങ്കിലും നമ്മൾ VF6ൽ കണ്ട സെയിം സാധനം തന്നെയാണ്. കാണാൻ വലിയ കുഴപ്പമില്ല, ഭയങ്കര സിമ്പിളാണ്. എല്ലായിടത്തും നോക്കിയാലും വളരെ സിമ്പിളായിട്ടുള്ളൊരു ഡിസൈനാണ്. പിന്നെ ഓട്ടോ ഡിമിങ് എയർ വ്യൂംസ് വരുന്നുണ്ട്. ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ ഇതിൻ്റെ അകത്ത് വരുന്നില്ല. അതിന് പകരം അവർ ഹെഡ് അപ്പ് ഡിസ്പ്ലേ ആണ് കൊടുത്തിരിക്കുന്നത്. ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിന് പകരമായിട്ട് നമുക്ക് ഇന്ത്യക്കാർക്ക് ഒരിക്കലും കാണാൻ പറ്റില്ല, പക്ഷേ അതിനെങ്കിലും പകരം ആയിക്കോട്ടെ എന്നുള്ള രീതിയിലാണ് അവരത് കൊടുത്തത്. ബാക്കി സാധനങ്ങളെല്ലാം ഈ ഇൻഫോടൈം സിസ്റ്റത്തിലാണ് കൺട്രോൾ ചെയ്യുന്നത്. നമ്മളിപ്പം വിൻസ് റിവ്യൂലൊക്കെ പറയില്ല, എല്ലാ സാധനങ്ങളും ഇതിൻ്റെ അകത്താണ് ഇൻഫോടൈം സിസ്റ്റത്തിൽ തന്നെ കൺട്രോൾ ചെയ്യണമെന്ന്. ആ ഒരു പ്രശ്നം ഈ വണ്ടിക്ക് വരുന്നുണ്ട്. അങ്ങനെ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് ബട്ടൺസോ കാര്യങ്ങളൊന്നും ഇതിൻ്റെ അകത്തില്ല. എല്ലാം മറ്റേതിൻ്റെ അകത്ത് പോയി തന്നെ നമ്മൾ ചെയ്യണം. പിന്നെ ഇൻറ്റീരിയർ ഡാഷ്ബോർഡിലൊക്കെ ആണെങ്കിലും നമുക്ക് അത്യാവശ്യം സോഫ്റ്റ് ടച്ച് മെറ്റീരിയൽസ് ഒക്കെ ഒരു കൊടുത്തിട്ടുണ്ട്. പിന്നെ മൊത്തത്തിലുള്ള ഈ ഒരു കളർ കോമ്പിനേഷൻ നോക്കുകയാണെങ്കിലും അത്യാവശ്യം ഒരു പ്രീമിയം ടച്ച് കൊടുത്തിട്ടുണ്ട്. ഈ ഹെഡ് അപ്പ് ഡിസ്പ്ലേ ഒക്കെ ഇന്ത്യ എക്സ്ക്ലൂസീവ് ആണ്, അവർ പുറത്തൊന്നും ഇത് കൊടുക്കുന്നില്ല, ഇന്ത്യക്ക് വേണ്ടി കൊടുക്കുന്ന ഒരു സംഭവമാണ്. പിന്നെ അതല്ലാതെ നമുക്ക് 360 ഡിഗ്രി ക്യാമറ, ഫ്രണ്ട് വെന്റിലേറ്റഡ് സീറ്റ്സ്, അതുപോലെ ഡ്രൈവറിന് 8-way ഇലക്ട്രിക് അഡ്ജസ്റ്റ്മെൻറ്റ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ ഫ്രണ്ടിലും ബാക്കിലും ആംറസ്റ്റ് ആയിക്കോട്ടെ, അങ്ങനെ പൊതുവേ നമ്മൾ ആഗ്രഹിക്കുന്ന ഫീച്ചേഴ്സൊക്കെ ഈ ഒരു വണ്ടിയിൽ കിട്ടുന്നുണ്ട്. ചെറിയൊരു പ്രശ്നം വരുന്നത് ഇത്രയും സൈസുള്ള വണ്ടിയാണെങ്കിലും റിയർ സീറ്റ് എക്സ്പീരിയൻസ് അത്ര ഗംഭീരമല്ല എന്നുള്ളതാണ്. പക്ഷെ അത് ഏതൊരു EVക്കും ബാധകമായിട്ടുള്ളൊരു കാര്യമാണ്. എനിവേ ഇതിനകത്ത് നമുക്ക് ബാക്കിൽ 3 അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ്, ബാക്കിൽ ആംറസ്റ്റ്, 3-point സീറ്റ് ബെൽറ്റ് അതൊക്കെ എല്ലാ പാസഞ്ചേഴ്സിനും കിട്ടുന്നുണ്ട്. പക്ഷേ സ്പേസ് ആവറേജ് ആണ് എന്ന് പറയാൻ പറ്റുള്ളൂ. ഒരുപാട് സ്പേസ് ഈ വണ്ടിയിൽ കിട്ടുന്നില്ല. പിന്നെ ഫ്ലോർ ആണെങ്കിലും ഇത്തിരി പൊങ്ങിയാണ് ഇരിക്കുന്നത്, കാരണം 70.8 കിലോവാട്ട് ബാറ്ററി പാക്ക് വരുന്നുണ്ട്. സോ അതിനനുസരിച്ച് അത്രയും ഫ്ലോർ പൊങ്ങുമല്ലോ. അതുപോലെ നമ്മുടെ ബാക്കിലത്തെ ഗ്ലാസിൻ്റെ വിസിബിലിറ്റി ആണെങ്കിലും കുറവാണ്. പിന്നെ ഇതിനകത്ത് നമുക്ക് ഇൻഫിനിറ്റി ഗ്ലാസ് റൂഫ് വരുന്നുണ്ട്. പക്ഷേ അതാണെങ്കിലും ക്ലോസ് ചെയ്ത് വെക്കാനുള്ള, ഇപ്പോൾ പൊതുവേ നമുക്കിവിടെ കർട്ടൻസ് ഒക്കെ കിട്ടില്ല, അങ്ങനത്തെ സാധനങ്ങളൊന്നും ഇല്ല. ഓപ്പൺ ആയിട്ടായിരിക്കും അത് ഇരിക്കുന്നത്. അത് തുറക്കാൻ പറ്റില്ല, പക്ഷേ ഗ്ലാസ് എപ്പോഴും അവിടെ ഗ്ലാസ് ആയിട്ട് ഇരിക്കുകയുള്ളൂ.
VF6 പോലെയല്ല, നമുക്ക് ഇതിനകത്ത് രണ്ട് ബാറ്ററി കൺഫിഗറേഷൻ ഉണ്ട്. ഒന്ന് 59.6 kWh ബാറ്ററി പാക്ക് ആണ്, പക്ഷെ അതിൽ 177 PS 250 Nm ടോർക്കും മാത്രമാണ് പവർ ജനറേറ്റ് ചെയ്യുന്നത്. ആ വണ്ടി വളരെ സ്ലോ ആയിരിക്കും, സംശയമൊന്നുമില്ല. പിന്നെ വരുന്നത് നമ്മുടെ 70.8 kWh ബാറ്ററി പാക്ക് ആണ്. രണ്ടും LFP ബാറ്ററി പാക്ക് തന്നെയാണ്. പക്ഷേ ഈ വലിയ ബാറ്ററി പാക്കിൽ നമുക്ക് ഫ്രണ്ട് വീൽ ഡ്രൈവിൻ്റെ കൂടെ തന്നെ 204 PS പവറും അതുപോലെ 310 Nm ടോർക്കും ജനറേറ്റ് ചെയ്യുന്നുണ്ട്. ഈ വണ്ടി കുറച്ച് സ്ലോ ആണ് ഇവിടെ, കാരണം 9.5 സെക്കൻഡ്സ് എടുക്കും 0 to 100 എത്താൻ. പൊതുവേ പ്രൈസ് പോയിന്റിൽ വരുന്ന വണ്ടികളെല്ലാം ഇതിലും ആണ്. പക്ഷേ ഇതിന് ടോപ്പ് എൻഡ് രണ്ട് വേരിയൻസ് നമുക്ക് ഓൾ വീൽ ഡ്രൈവിൽ കിട്ടുന്നുണ്ട്. അത് അത്യാവശ്യം നല്ല പവർഫുൾ ആണ്. 350 BHP 500 Nm ടോർക്കുമാണ് ജനറേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ 0 to 100 എത്താൻ ജസ്റ്റ് നമുക്ക് 5.8 സെക്കൻഡ്സ് മാത്രമാണ് എടുക്കുന്നത്. ഇപ്പോൾ റെഫറൻസിന് വേണ്ടി പറയുകയാണെങ്കിൽ ഹാരിയർ EVയുടെ ക്വാഡ് വീൽ ഡ്രൈവ് മോഡൽ 29 lakhs ആണ് അവർ എക്സ്ഷോറൂം പ്രൈസ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ അതിന് 6.3 സെക്കൻഡ്സ് എടുക്കും 0 to 100 എത്താൻ. നമ്മുടെ മഹീന്ദ്രയുടെ വണ്ടികളാണെങ്കിൽ പോലും 6.6 6.7 സെക്കൻഡ്സ് ഇതൊക്കെയാണ് 0 to 100 എത്താനായിട്ട് എടുക്കുന്ന ടൈം. സോ അതിനേക്കാളൊക്കെ ഈ വണ്ടി ഫാസ്റ്റ് ആണ് ഡെഫിനറ്റ്ലി. ഇനി WLTP സൈക്കിൾ അനുസരിച്ചുള്ള റേഞ്ച് നോക്കുകയാണെങ്കിൽ 431 കിലോമീറ്റേഴ്സ് ആണ് ഇതിന് ഓൾ വീൽ ഡ്രൈവിന് അവർ ക്ലെയിം ചെയ്യുന്നത്. 450 കിലോമീറ്റേഴ്സ് ആണ് ഇതിൻ്റെ ഫ്രണ്ട് വീൽ ഡ്രൈവ് മോഡലിന് അവർ ക്ലെയിം ചെയ്യുന്നത്. ഫ്രണ്ട് വീൽ ഡ്രൈവിന് പവർ കുറവാണ്, അതുകൊണ്ടാണ് ഈ പറയുന്ന ഇത്രയും കുറഞ്ഞ ബാറ്ററി പാക്ക്. അതായത് നമുക്ക് ഹാരിയർ EVയിൽ 75 kWh ആണ് വരുന്നത്, V6ലും XV9ലും ഒക്കെ 79 kWh ആണ് വരുന്നത്. സോ അതൊക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ 5 kWh അതുപോലെ 9 kWh ഇതിൻ്റെ അടുത്തൊക്കെ ബാറ്ററി സൈസ് കുറഞ്ഞിട്ടുണ്ട്. പക്ഷേ പവർ കുറവായതുകൊണ്ട് ഏകദേശം ഒരു 450 കിലോമീറ്റേഴ്സിനടുത്തൊക്കെ നമുക്ക് ഇതിന് റിയൽ ലൈഫ് റേഞ്ച് എക്സ്പെക്ട് ചെയ്യാം. ഓൾ വീൽ ഡ്രൈവ് ആണെങ്കിൽ WLTPയിൽ പറയുന്ന പോലെ 420-430 കിലോമീറ്റേഴ്സിനടുത്തും എക്സ്പെക്ട് ചെയ്യാം. പിന്നെ ARA ക്ലെയിം ചെയ്യുന്ന റേഞ്ച് ഉണ്ട്, അത് നിങ്ങൾ നോക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. 550 കിലോമീറ്റേഴ്സിനടുത്തൊക്കെ അവർ പറയുന്നുണ്ട്. അത്രയൊന്നും എന്തായാലും വണ്ടിക്ക് കിട്ടാൻ പോകുന്നില്ല, കാരണം ബാറ്ററിയുടെ സൈസ് കുറവാണ്. ഇനി വേരിയൻസിലേക്കും പ്രൈസിലേക്കും ഒക്കെ വരികയാണെങ്കിൽ 59.6 kWh ബാറ്ററി പാക്ക് വരുന്ന വണ്ടി ഫ്രണ്ട് വീൽ ഡ്രൈവ് ആണ്. അഗൈൻ നമുക്ക് അത് എർത്ത് എന്ന് പറഞ്ഞ വേരിയൻറ്റിലാണ് കിട്ടുന്നത്. 20.89 lakhs ആണ് അതിൻ്റെ എക്സ്ഷോറൂം പ്രൈസ്. ഇനി അതിൻ്റെ മുകളിൽ വിൻഡിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് 23.49 lakhs ആണ് അതിൻ്റെ എക്സ്ഷോറൂം പ്രൈസ് വരുന്നത്. പക്ഷേ ഇൻഫിനിറ്റി ഗ്ലാസ് റൂഫ് ഉള്ള മോഡൽ എടുക്കുകയാണെങ്കിൽ 23.99 lakhs ആവും. ഇതിനകത്ത് എല്ലാത്തിലും, അതായത് നമ്മുടെ വലിയ ബാറ്ററി പാക്ക് വരുന്നതിൽ എല്ലാത്തിലും മോക്ക ബ്രൗൺ ഇൻറ്റീരിയേഴ്സ് ആണ് കിട്ടുന്നത്. വിൻഡ് എന്ന് പറഞ്ഞ മോഡലിൽ വരെയാണ് നമുക്ക് ഫ്രണ്ട് വീൽ ഡ്രൈവ് വരുന്നത്. അത് കഴിഞ്ഞ് പിന്നെ സ്കൈ എന്ന് പറഞ്ഞ വേരിയൻറ്റ് 24.99 lakhs ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 25.49 lakhs ആണ് ഇൻഫിനിറ്റി ഗ്ലാസ് റൂഫ് ഉള്ള മോഡലിൻ്റെ പ്രൈസ്. പക്ഷേ അത് നമുക്ക് ഓൾ വീൽ ഡ്രൈവ് കൺഫിഗറേഷനിലാണ് കിട്ടുന്നത്. സെയിം ബാറ്ററി പാക്ക് ആണ്, അതിൽ വ്യത്യാസമൊന്നുമില്ല. പക്ഷെ അതുകൊണ്ടാണ് റേഞ്ച് കുറഞ്ഞത്, കാരണം പവർ കൂടി നേരത്തെ പറഞ്ഞ പോലെ 350 BHP 500 Nm ടോർക്കൊക്കെ ആവും. ഇനി ഇതൊന്നും അല്ലാതെ 3.3 kW 7.2 kW AC ഫാസ്റ്റ് ചാർജിങ് അവൈലബിൾ ആണ്. അതുപോലെ DC ഫാസ്റ്റ് ചാർജിങ്ങും നമുക്ക് ഇതിനകത്ത് അവൈലബിൾ ആണ്. ഇനി അഗെയിൻ ഇതൊരു പുതിയ കമ്പനി ആയതുകൊണ്ട് തന്നെ ഇവർ കുറച്ച് എക്സ്ട്രാ സാധനങ്ങൾ ഇപ്പം ഓഫർ ചെയ്യുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ 3 വർഷം വരെയുള്ള ഫ്രീ സർവീസ് പാക്കേജ് അവൈലബിൾ ആണ്. അതുപോലെ നമുക്ക് 2028 ജൂലൈ വരെ വിൻഫാസ്റ്റിൻ്റെ V ഗ്രീൻസ് എന്ന് പറയുന്ന ചാർജിങ് സ്റ്റേഷനിൽ ഫ്രീ ആയിട്ട് ചാർജ് ചെയ്യാൻ പറ്റും. പക്ഷേ അഗെയിൻ അതിൻ്റെ ഒരു ക്യാച്ച് എന്താണെന്ന് വെച്ചാൽ 2029 ആകുമ്പോഴാണ് ഇത് ഫുള്ളായിട്ട് അതിൻ്റെ പരിപാടികൾ തീരുള്ളൂ, അതായത് കംപ്ലീറ്റ് നെറ്റ്വർക്ക് കവർ ആവുള്ളൂ. സോ അപ്പോഴേക്കും ഇവർ ഇതിൻ്റെ പരിപാടി നിർത്തും. പിന്നെ ഉള്ളത് വണ്ടിക്ക്, അതായത് VF6ന് നമുക്ക് 7 years വരെ വാറണ്ടി ഉണ്ടായിരുന്നുള്ളൂ. ഈ വണ്ടിക്ക് പക്ഷേ 10 വർഷം ഒരു 2 ലക്ഷം കിലോമീറ്റേഴ്സിൻ്റെ വാറണ്ടി ഉണ്ട്. ബാറ്ററി വാറണ്ടി അല്ല, വണ്ടിക്ക് ഈ സെയിം വാറണ്ടിയാണ് കിട്ടുന്നത്. അതുപോലെ ബാറ്ററിക്കാണെങ്കിലും നമുക്ക് ഈ സെയിം 2 ലക്ഷം കിലോമീറ്റേഴ്സ് ഓർ 10 വർഷം വരെയുള്ള വാറണ്ടി തന്നെയാണ് വരുന്നത്. അങ്ങനെ മൊത്തത്തിൽ നോക്കുമ്പോൾ അവർ കുറച്ച് കാര്യങ്ങളൊക്കെ പുഷ് ചെയ്ത് വണ്ടി എങ്ങനെയെങ്കിലും വിൽക്കാൻ നോക്കുന്നുണ്ട്. ഇനിയിപ്പം ബാക്കി ആഫ്റ്റർ സെയിൽ സപ്പോർട്ട്, സർവീസ് സെൻറ്റേഴ്സ്, പിന്നെ ഷോറൂംസ് അതൊക്കെ ഒന്ന് സെറ്റപ്പായി വന്നാൽ മതി. നമുക്ക് ബാക്കി കാര്യങ്ങൾ നോക്കാം. പ്രശ്നം എന്താണെന്ന് വെച്ചാൽ പൊതുവേ ഈ ഒരു കമ്പനി, അതായത് വിൻഫാസ്റ്റ് എന്ന് പറഞ്ഞ കമ്പനി ഓൾ ഇന്ത്യ ലെവലിലും അതുപോലെ നമ്മുടെ ഈവൻ വേൾഡ് വൈഡിലാണെങ്കിൽ പോലും പല കൺട്രീസിൽ ഇത് വരുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ റിലയബിലിറ്റിയുടെ കേസിൽ അത്ര നല്ല റിപ്പോർട്ടല്ല പൊതുവെ ഉള്ളത്. അതുകൊണ്ട് ഇനിയിപ്പോൾ ഇന്ത്യയിൽ എന്താവും എന്നുള്ളത് നമ്മൾ കണ്ടറിയേണ്ടി വരും. ഇനിയിപ്പോൾ ഇതിനെപ്പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻസിൽ പറയാം. പിന്നെ നിങ്ങളുടെ എക്സിസ്റ്റിംഗ് വാഹനത്തിന് എന്തെങ്കിലും ചെറിയ ആക്സറീസോ ക്ലീനിങ് പ്രോഡക്ട്സ് ഒക്കെ വേണമെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ അല്ലെങ്കിൽ പ്രൊഡക്റ്റ്സായി തീർച്ചയായും ചെക്കൗട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്കും സബ്സ്ക്രൈബും ഷെയറും കൂടെ ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് ഗുഡ് ബൈ.